വള്ളത്തോളിന്റെ ഏറെ പ്രസിദ്ധമായ മലയാളത്തിന്റെ തല എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലുവാൻ പോകുന്നത്. എന്നുടെ തല വേണമങ്ങയ്ക്കു മുക്തിക്കെങ്കിൽ അന്യൂനഭവാതങ്കവൃത്രനെ കൊൽവാനെങ്കിൽ എന്നോടായതു ചൊൽവാൻ ഇത്രയും സങ്കോചമോ? ധന്യനാം ദധീചിതൻ നാട്ടുകാരല്ലെന്നോ നാം. എത്ര നിസ്സാരം ഭവാൻ ചോദിച്ചതീ മൃൽപിണ്ഡം അസ്ഥിര ശരീരത്തിൻ താഴികക്കുടം ശ്രീമൻ. ത്വത്തപസ്സിനു പൂർത്തി വരുത്തുമെങ്കിലെനിക്കത്യൽപ വിലയ്ക്കല്ലോ കിട്ടുന്നു മഹാപുണ്യം. അർത്ഥിക്കായി സഹജമാമൈ ചട്ടയടർത്തേകി മൃത്യുദണ്ഡിനു നേരെ മാറുകാട്ടിയ കർണൻ നമ്മൾ തൻ പ്രപൂർവികനാണെങ്കിൽ എന്നെ കൊണ്ടെൻ ധർമ്മമേ ചെയ്യിപ്പാൻ അങ്ങെന്തിനു മടിക്കുന്നു? പന്നകങ്ങളിലൊന്നിനായുസ്സു നീട്ടാൻ വേണ്ടി തന്നുടെ താരുണ്യ ശ്രീ പൂണ്ട സുന്ദരഗാത്രം പൈമൂത്ത ഗരുഡന്റെ കൊക്കത്തു കോർക്കാനിട്ട ജീമൂതവാഹൻ സാധോ നമുക്കു രാജാവല്ലീ. ദീനനാം പിറാവിനു പകരം പരുന്തിന്റെ തീനിനായി ശിബി പണ്ടു തന്നവയവമാംസം കൈവാളാലരിഞ്ഞപ്പോൾ തെറിച്ച ചെഞ്ചോരയാം കാശ്മീരക്കുറി മാഞ്ഞിട്ടില്ല ക്ഷിതിക്കുന്നു. ലോകത്തിൻ സുഖത്തിനായി ദുഃഖങ്ങളൊക്കെ തങ്കലാക്കുവാൻ ആശംസിച്ചതേതൊരു മഹാത്മാവോ? ആരന്തിദേവനുടെ ദേഹജഭസ്മാനുക്കൾ പാറിടുന്നുണ്ടങ്ങിങ്ങി നാം ശ്വസിച്ചിടും കാറ്റിൽ. രുദ്രസാലോക്യ പ്രാപ്തി തൃഷ്ണയാൽ നിജ കണ്ട രക്തത്തിനായി താൻ കുമ്പിൾ കാട്ടിയ കാബാലിയെ തണ്ണീരൊട്ടിരന്നോനെ എന്ന പോലലി പോലും കണ്ണിനാൽ നോക്കിച്ചൊന്നാൻ ശങ്കരാചാര്യൻ വീണ്ടും. അന്യതാ കരുതായിക മാമുനേ ഭവാദൃശർ തന്നനുഗ്രഹത്തിനായി താഴാത്തതല്ലൻ ശീർഷം. അത്യുഗ്ര തപശുഷ്ക വിഗ്രഹനങ്ങുന്നെനിക്ക് അർത്തിയാണ് അതിഥിയാണ് അഖിലം കൊണ്ടും പൂജ്യൻ. സിദ്ധമാം ക്രതുവങ്ങയ്ക്കെന്നറിഞ്ഞിട്ടും അതിന്നിത്തിരിച്ചൂടേൽപ്പാൻ ചായില്ലൻ തലയെങ്കിൽ ഇക്കർമ്മഭൂഖണ്ഡത്തിൻ പ്രഥമാകീർത്തി പൊതിക്കൊക്കുവൊന്നിതെന്തിന്നെൻ തോൾകളാൽ ഭേസിക്കുന്നു. ആനന്ദ കുളിർ ബാഷ്പമാകിന ജലത്തോടെ ഞാനിതാ തന്നേനങ്ങു ചോദിച്ച ഹോമദ്രവ്യം. ശിഷ്യരിലാരും ചാരത്തില്ലാത്ത തക്കം നോക്കി ശിക്ഷിതാത്മാവേ കൊണ്ടുപോയി കൊൾക്കിതിഷ്ടം പോലെ. പൈശാചിരിയൊന്ന കാബാലികാസ്യത്തിങ്കൽ വീശി വാഞ്ചിത ലാഭ സന്തോഷ പ്രകാശത്തെ സർവജ്ഞ തലകിട്ടി തീ കുഴി തീർക്കാം ഹോമം നിർവഹിച്ചിടാം മെയ്യോടൊത്ത് കൈലാസം കേറാം. സർവജ്ഞ തലകിട്ടി തീ കുഴി തീർക്കാം ഹോമം നിർവഹിച്ചിടാം മെയ്യോടൊത്ത് കൈലാസം കേറാം.